ഹായ് ഫ്രണ്ട്സ്, മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ 339 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിൽ നടക്കുക തന്നെ കാണിക്കുന്നത് അശോകിനെ നിരഞ്ജനെയാണ്. അങ്ങനെ അശോക് സത്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിരഞ്ജൻ പറയും, നിന്റെ ഡ്രാമയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി വേഗം പോയിക്കോ, സമയം വിട്ടോ, നേരെ വൈകണ്ടാന്ന് പറയും. അപ്പോഴാണെങ്കിൽ അശോക് ഒരു ചിരി ഇരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോവാണ്. നിരഞ്ജനാണെങ്കിൽ അത് നോക്കാതെ കൈ കെട്ടി എന്തേലും ആവട്ടെ എന്നുള്ളവർക്ക് നിൽക്കുകയാണ്. അങ്ങനെ അശോക് ആണെങ്കിൽ അമ്മയും എല്ലാവരെയും വിളിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് നിരഞ്ജൻ അഞ്ജലിയും വിളിക്കുന്നത്. അഞ്ജലി, നിനക്ക് ഈ കുടുംബത്തിലെ എല്ലാ നിയമങ്ങളും നന്നായി അറിയുന്നതല്ലേ? ഈ വീട്ടിലൊരു സ്ത്രീ മരുമകളായി കയറി വന്നാൽ പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് പോകുന്നത് അവരുടെ ശവമായിട്ടായിരിക്കും. അപ്പൊ അഞ്ജലി പറയും, അത് കുഴപ്പമില്ല സാർ, എന്തായാലും ഈ വീട്ടിൽ ഞാൻ ജീവിച്ചിരുന്നത് ഒരു ജീവശവമായിട്ടായിരുന്നു. അതുകൊണ്ട് ഈ വീട്ടിൽ അങ്ങനെ ചത്തു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഒന്ന് പുറത്തു പോകുന്നതാ. അഹങ്കാരം നല്ലതല്ലെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ അഹങ്കാരം കൊണ്ടാണ് നിങ്ങൾ തന്നെ ഇങ്ങനെ ഒറ്റക്കായി പോയത് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അശോക് എന്നെ അഞ്ജലിയെ അവിടെ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ അവരെല്ലാവരും കൂടി ആ വീട്ടിൽ നിന്ന് പോവാണ്. അത്രയും നേരം നിരഞ്ജൻ അപ്പുറത്തേക്ക് തിരിഞ്ഞാണ് നിന്നിരുന്നത്, അതായത് പിന്നിലേക്ക് തിരിഞ്ഞ് നിന്നിരുന്നു. അങ്ങനെ അവർ പോയപ്പോൾ നിരഞ്ജനാണെങ്കിൽ മുന്നിലേക്ക് തിരിഞ്ഞു, അതായത് അവർ പോയത് ഇങ്ങനെ നോക്കി ഇങ്ങനെ കൈയും കെട്ടിങ്ങനെ ഒരു വിഷമവും ദേഷ്യവും എല്ലാം കൂടിയുള്ള ഒരു പ്രത്യേക ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവർ ഒരുപാട് വിഷമിച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാണ്. അങ്ങനെ അവരാണെങ്കിൽ ആശയെ കല്യാണം കഴിച്ച് വന്ന ആ സമയം ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കയറിയതും അങ്ങനെ ആ വീട്ടിലുണ്ടായ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഞാൻ അവരിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരുപാട് വിഷമായി ഞാൻ നോക്കി ആ വീടിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അഞ്ജലി പെട്ടെന്ന് പറഞ്ഞത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ നീ ഇവിടെ തന്നെ നിന്നോ, അതാ നല്ലതെന്ന് പറയും. അപ്പോഴാണെങ്കിൽ എല്ലാവരും ഷോക്കാവാണ്. കാരണം എല്ലാവരും അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചപ്പോൾ അഞ്ജലി ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഷോക്കാവും. അപ്പോൾ ഭരത് പറയും, അല്ല അമ്മ എന്തായി പറയുന്നത്? അശോക് പറയും, എന്തായി പറയുന്നതെന്ന്. അപ്പം അമ്മ പറയും, നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോയാൽ സാറ് തികച്ചും ഒറ്റപ്പെടും. അവർക്കിപ്പോൾ അഹങ്കാരമെല്ലാം തലയിൽ മൂത്തോണ്ട് തന്നെ അവർക്ക് സത്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഒരു ദിവസം അവർ തീർച്ചയായിട്ടും സത്യങ്ങളെല്ലാം മനസ്സിലാക്കും. ആ ദിവസം അവർ ഒറ്റപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ചവർ ഒരുപാട് വിഷമിക്കും. എത്ര കാലം വെച്ചിട്ടാണ് അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ അവരാകെ തകർന്നു പോകും. ഈ വീടൊരു വീടായത് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ വീട്ടിലുള്ളത് കൊണ്ടാണ്. സാർ ഒരിക്കലും സ്ത്രീകളെ ബഹുമാനിച്ചിട്ടില്ല. കാരണം ഒരു സ്ത്രീയാണ് ഒരു വീടിനെ വീടാക്കി വെക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. അവരൊരിക്കലും ഒരു സ്ത്രീയോട് പെരുമാറേണ്ട പോലെയല്ല എന്നോട് പെരുമാറുന്നത്. പക്ഷെ അവരെന്റെ ഭർത്താവാണ്, അതെനിക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഇപ്പോൾ ചിലപ്പോൾ സാർ എല്ലാവരുടെയും മുന്നിൽ ജയിച്ചെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വലിയ ശക്തിശാലിയെ പോലെ നിൽക്കുന്നതായിരിക്കാം. പക്ഷേ സത്യത്തിൽ അവരുടെ ഉള്ളിൽ അവർ എത്ര ദുർബലനാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പ്രത്യേകിച്ചും അശോക് ഇല്ലാതെ. അശോക് അവരുടെ എല്ലാം ആയിരുന്നു. അവരുടെ ശക്തി എന്ന് പറയുന്നത് തന്നെ അശോകാണ്. ആ അശോക് വീട് വിട്ട് ഇറങ്ങി പോരാന്ന് പറയുമ്പോൾ അവർ തികച്ചും ഉള്ളിൽ നിന്നും തകരുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ നിന്റെ ആവശ്യമാണുള്ളത്. അതുകൊണ്ട് നീ ഇവിടെ നിന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമാനായിട്ടുള്ളത് നീയാണ്. അതുകൊണ്ട് നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ അച്ഛന് നല്ല വഴി കാണിച്ചു കൊടുക്കണം. കുടുംബമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് അച്ഛന് നീ നന്നായി മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ സോജ പറയും, പക്ഷെ അമ്മ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് ഇവിടെ നിൽക്കേണ്ട അമ്മയെന്ന് പറയും. അപ്പോൾ അഞ്ജലി പറയും, പക്ഷേ മോളെ നമുക്കതല്ലാതെ വേറെ വഴിയില്ല, നിങ്ങൾ ഇവിടെ എന്തേ പറ്റിയെന്ന് പറയുമ്പോൾ ഭരതൻ പറയും, പക്ഷേ അമ്മേ ഭരതന് തീരെ താല്പര്യമില്ല ഇവിടെ നിൽക്കാൻ. അപ്പം അഞ്ജലി പറയും, മോനെ പ്ലീസ് പറ്റില്ലെന്ന് പറയരുത്, നീ അമ്മക്ക് വേണ്ടി ഇവിടെ നിൽക്കണം, നീ ഇവിടെ നിന്നേ പറ്റി മോനെ എന്ന് പറഞ്ഞിങ്ങനെ ഭരതനെ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഭരതും ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കും. അപ്പം അഞ്ജലി പറയും സോജയോട്, സോജ നിനക്ക് ഈ വീടിന്റെ മൂത്ത മരുമകളായതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിൻ്റെയും അവകാശങ്ങളും എല്ലാം നിന്റെ പേരിലാവാൻ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് ഇനി മുതൽ അതിൻ്റെ എല്ലാ അധികാരങ്ങളും നിനക്കാണുള്ളത്. ഇത്രയും വർഷങ്ങളായി ഞാൻ പരിപാലിച്ചു കൊണ്ടുവന്ന കുടുംബം ഇനി നീയാണെന്ന് നോക്കേണ്ടത്. നിന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നീയാണ് ഇനി എല്ലാ അവകാശവും ഏറ്റെടുക്കേണ്ടതെന്ന് സോജയെ ഇങ്ങനെ ഏൽപ്പിക്കും. സോജയ്ക്ക് ഇവിടെ ഒട്ടും നിൽക്കാൻ താല്പര്യമില്ല. പക്ഷെ അഞ്ജലി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ സോജ വേറെ വഴിയില്ലാതെ അതിന് സമ്മതിക്കുകയാണ്. അപ്പൊ സോജയുടെ അമ്മ പറയും, എന്താ ഈ നടക്കുന്നത്, ഇതൊരു സ്വപ്നമാണോ? ആദ്യമായിട്ടാണ് അഞ്ജലിയുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം പറയാൻ ഞാൻ കേൾക്കുന്നതെന്ന് ഇങ്ങനെ പറയും. അപ്പൊ അശോക് ഇങ്ങനെ പറയും, വാ അമ്മേ നമുക്ക് പോവാം, ഇനി എനിക്ക് ഇവിടെ സെക്കൻഡ് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പോവാന്ന് പറയും. അപ്പോഴാണെങ്കിൽ കാവ്യ ആശയോട് പറയും, ചേച്ചി എനിക്ക് നിങ്ങളുടെ കൂടെ വരണം എന്ന് പറയും. അപ്പോഴാണെങ്കിൽ അത് കേട്ട് ആശയ്ക്ക് ആകെ വിഷമാവും. അപ്പോൾ ആശ കാവ്യയോട് പറയും, മോളിവിടെ മമ്മ പപ്പ മുത്തശ്ശി ഇവരുടെ കൂടെയൊക്കെ നിന്നോ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വേഗം വൈകാതെ തന്നെ വരില്ലേ എന്ന് പറയും. അപ്പൊ കാവ്യ ചോദിക്കും, വേഗം വരും എന്ന് പറയുമ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും വരുമെന്ന് ചോദിക്കും. അപ്പോഴാണെങ്കിൽ ഇതിന് ആശയ്ക്കൊന്നും പറയാൻ മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പൊ ആശയാണെങ്കിൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ അതേന്ന് കാണിച്ചിട്ട് കാവ്യമോളെ കെട്ടിപ്പിടിക്കുക. അങ്ങനെ സോജയും ഭരതൊക്കെ അവർ ഒരുപാട് വിഷമിച്ചിട്ട് തന്നെ യാത്ര അയക്കുകയാണ്.
സോജയും ആശയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോജ അഞ്ജലിയും പിന്നെ ഭരത് അനുഗ്രഹം മേടിക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷമത്തോടെ തന്നെ അവരവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി നിരഞ്ജന ആ ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. അപ്പോഴാണ് അങ്ങോട്ട് കരഞ്ഞോണ്ട് ഓടി കാവ്യ വരുന്നത്. കാവ്യയുടെ പിറകെ തന്നെ സോജയുണ്ട്. ഇത്ര നേരമായിട്ട് എന്താണ് ചെറിയമ്മ വരാത്തത്, എന്നോട് രാത്രി വരാമെന്ന് പറഞ്ഞത്. പക്ഷെ എന്താ അവർ ഇത്ര നേരമായിട്ട് വരാത്തത്, അമ്മ എന്നാൽ അവർക്ക് വിളിച്ച് നോക്കുക, അവരോട് ഇങ്ങോട്ട് വരാൻ പറയാന്ന് പറയും. അപ്പോൾ സോജ പറയും അതേ മോളെ അവരിപ്പോൾ വരും, മോള് വിഷമിക്കേണ്ട, മോള് ചെറിയമ്മ എപ്പോൾ വരും എന്ന് ഇങ്ങനെ പറയായിരിക്കും. പക്ഷെ കാവ്യാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എന്താ വരാത്തതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ നിരഞ്ജനാണെങ്കിൽ ഈ കരയുന്നതും ഇവരുടെ ബഹളമൊക്കെ കേട്ടിങ്ങനെ ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കാവ്യ പറയും പക്ഷേ പ്ലീസ് നിങ്ങളൊന്ന് ചെറിയമ്മയെ വിളിക്കുമോ, നിങ്ങൾ പറയുന്നത് എല്ലാവരും കേൾക്കില്ലാണ്ട് നിങ്ങളൊന്ന് ചെറിയമ്മയെ വിളിക്കുക വെച്ചാൽ പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ കരയും. അപ്പോൾ സോജ അയ്യോ മോളെ മിണ്ടാതിരിക്കി, ഞാൻ വിളിക്കുക, അവരെപ്പോൾ വരും അവരിപ്പോൾ വരും, മോള് പേടിക്കേണ്ടെന്ന് പറയും. ഇതെല്ലാം കേട്ടോണ്ട് ഒന്നും മിണ്ടാതെ തന്നെ അവിടുന്ന് മേലെ കയറി പോവായിരിക്കും നിരഞ്ജൻ. അപ്പോഴാണെങ്കിൽ ഭരത് വന്നിട്ട് കാവ്യ ഇങ്ങനെ സമാധാനിപ്പിക്കും. മോള് പേടിക്കണ്ട, മോള് കാര്യമൊന്നും വേണ്ട കേട്ടോ, എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരും, ആരും പോകാൻ പോകുന്നില്ല, ചെറിയച്ഛനും ചെറിയമ്മയും മുത്തശ്ശിയും എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറയും. അപ്പോൾ കാവ്യ ചോദിക്കും അവരിപ്പോൾ തന്നെ വരും അച്ഛാ. അപ്പോൾ ഭരത് പറയും അതേ മോളെ അവരെല്ലാവരും ഇങ്ങോട്ട് തന്നെ വരും, മോള് പേടിക്കണ്ട എന്ന് പറയും. അങ്ങനെ ഭരത് സോജയോട് ഇങ്ങനെ പറയും എന്താ ചെയ്യുക, എനിക്ക് എത്ര വലിയ തെറ്റാ പറ്റിയത്, ഞാൻ എന്തിനാണ് അവരെ അങ്ങനെ വിടാൻ സമ്മതിച്ചത്, അവരൊരിക്കലും അങ്ങനെ തനിച്ച് വിടാൻ പാടില്ലായിരുന്നു. അവരിപ്പോൾ ഈ നട്ടപ്പാതിരക്ക് എന്ത് ചെയ്യായിരിക്കും, അവരുടെ കയ്യിലാണെങ്കിൽ പൈസയില്ല ഒന്നുമില്ല, അവരിങ്ങനെ റോട്ടിക്കുള്ള അലങ്ങി നടക്കായിരിക്കും ഈ നേരത്ത്. എനിക്കിനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും അവരോട് എന്തൊക്കെ പറഞ്ഞാലും അവരെങ്ങനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റും, ഞാൻ അവരെ കൊണ്ടുവന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭരത അവിടുന്ന് അവരെ എങ്ങനെയും എവിടുന്നേലും കണ്ടുപിടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോവുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ആശയനെ അശോകിനെ അഞ്ജലിയാണ്. അവർ 3 പേരും ആ റോഡിലൂടെ ഇങ്ങനെ രാത്രി ഒറ്റയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അശോകിനോട് ആശ പറയും എന്തായാലും നമുക്കിന്ന് താമസിക്കാൻ ധർമ്മശാലയിൽ പോവാം, അവിടെ ആവുമ്പം എന്തായാലും നല്ല വില കുറവ് തന്നെ ഒരുപാട് റൂമൊക്കെ കിട്ടുമെന്ന് പറയും. അപ്പോൾ അശോക് പറയും ധർമ്മശാലയിലോ, ഞാൻ കാരണം നിങ്ങൾക്ക് ഇപ്പം എന്തൊക്കെയാണ് കാണേണ്ടി വരുന്നത്, മര്യാദക്ക് തങ്ങാൻ ഒരു റൂപ് പോലും ഇല്ലാത്ത അവസ്ഥ ആയില്ലേ ഇപ്പോൾ എന്ന് പറയും. അപ്പോൾ ആശ പറയും അശോക് നിങ്ങൾ എന്താ ഈ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല, എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് എന്നതല്ലേ, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുമല്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ അവർ 3 പേരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അതിലൂടെ ഒരു കാറ് വരുന്നത്. അത് ഭരതായിരിക്കും. ഭരത് പെട്ടെന്ന് അവിടെ ഒന്ന് നിർത്തിയിട്ടും ആ വണ്ടിയിൽ പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ട് തന്നെ എല്ലാവരും വണ്ടി കയറി, അമ്മ ആശയെ നോക്കിയിരിക്കാതെ വണ്ടി കയറി, ഞാൻ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കായിരിക്കും. പക്ഷേ അവരാണെങ്കിൽ അവിടെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആണെങ്കിൽ ഭരത് ചോദിക്കും എന്താ ഇങ്ങനെ നിൽക്കുന്നത്, അമ്മ വാ കയറ്, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്, വേഗം ഉള്ളിൽ കയറാം. അപ്പോൾ അശോക് പറയും വേണ്ട ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഭരത് പറയും എന്താ നീ എൻ്റെ ചേട്ടനേക്കാൾ വലുതായി പോയി അശോക്, ഞാൻ നിന്നോടാണ് പറയുന്നത്, എനിക്ക് നിന്നോട് ഇങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് മിണ്ടാ തന്നെ എല്ലാവരും ഇപ്പം തന്നെ വണ്ടി കയറി ഇരിക്കാൻ നോക്കുന്നു പറയും. എന്നിട്ട് അമ്മയെ നോക്കി പറയും അമ്മേ നിങ്ങൾ എല്ലാ സമയത്തും എല്ലാ പ്രശ്നത്തിലും ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് തന്നെ നീങ്ങുന്ന ആളല്ലേ, എന്നിട്ട് നിങ്ങൾ എന്താ ഇപ്പം ഇങ്ങനെ തീരുമാനിക്കുന്നത്. അപ്പം അഞ്ജയ് പറയായിരിക്കും പക്ഷേ മോനെ ഞാൻ പറയണമെന്ന് കേൾക്ക്. അപ്പോൾ ഭരത് ചൂടായിട്ട് പറയും വേണ്ട എനിക്ക് ആരുടെ ഒന്നും കേൾക്കണ്ട, എനിക്ക് ആരും തർക്കിക്കാൻ വേണ്ട, നിങ്ങൾ എല്ലാവരും മിണ്ടാതെ ഈ കാറ് കയറിയിരിക്കും, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോകും, അത് വീട്ടിൽ നിന്നായ പ്രശ്നമുണ്ട്, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തീർക്കാം, നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കുടുംബത്തെ ഇത് ബാധിക്കും, നമ്മുടെ എല്ലാ കുടുംബം എവിടെ തകർന്ന് പോകുമെന്ന് പറയും. ചേട്ടാ പ്ലീസ് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക, എനിക്ക് ആ വീട്ടിലേക്ക് വരാൻ തീരെ താല്പര്യമില്ല, ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഈ എനിക്കിത് മാറ്റാൻ കഴിയില്ല. അപ്പോഴാണെങ്കിൽ ഭരത് ഇത് കേട്ടിട്ട് ഒരുപാട് വിഷമാവും. അങ്ങനെ ഭരത് പറയും എന്നാൽ ശരി നിനക്ക് വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ നീ വരണ്ട, പക്ഷേ നീ ഇവിടെ ഞാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് ഞാൻ എൻ്റെ പേര് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിയ എൻ്റെ MG റോഡിലുള്ളൊരു ഫ്ലാറ്റുണ്ട്, അവിടെ നിന്നോളൂ നിങ്ങൾക്ക്, എനിക്ക് നീ അച്ഛനോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട, പക്ഷേ നിങ്ങൾ ഈ റോഡിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് എന്താ എവിടെയാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്തായെന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് ആ വീട്ടിൽ നിൽക്കുന്നത്, എന്നെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എനിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവുന്നു. അപ്പം അഞ്ജലി പറയും മോനെ നീ എനിക്ക് വേണ്ടി ആ വീട് വിട്ട് വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കാരണം നിങ്ങളുടെ കുട്ടിക്കാലം, നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ്, സന്തോഷങ്ങൾ, അതുപോലെ കുറച്ച് കുറുമ്പുകളും ഭാഷയും അടികൂടിയതും അങ്ങനെ ഒരുപാടധികം വിലയേറെ ഓർമ്മകളുണ്ട് നിങ്ങൾക്ക് അവിടെ, അതുകൊണ്ട് അതൊക്കെ വിട്ടെറിഞ്ഞ് പോരാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ വീട്ടിലേക്ക് ആദ്യമായി പ്രവേശിച്ചപ്പോൾ ഞാൻ വാക്ക് കൊടുത്തിരുന്നു, എല്ലാ സന്ദർഭത്തിലും എല്ലാത്തിലും ഞാൻ സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, സാറിൻ്റെ ജീവിതകാലം മുഴുവൻ. പക്ഷേ ആ വാക്കിപ്പോൾ എനിക്ക് തിരിച്ചിരിക്കേണ്ടി വന്നിരിക്കുന്നു. അത് എൻ്റെ മകന് വേണ്ടി മാത്രമാണ്, കാരണം അവനിപ്പോൾ എൻ്റെ ആവശ്യമുണ്ട്, അവനവൻ്റെ നിലനിൽപ്പിനായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് അവൻ്റെ കൂടെ നിന്നേ പറ്റൂ. ഒരു കാര്യം ആലോചിച്ചാൽ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എനിക്ക് എൻ്റെ മകനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അവനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു സ്വാർത്ഥയായ അമ്മയല്ല,
എന്നെ സംബന്ധിച്ചിടത്തോളം നീയും എനിക്ക് അശോകിനെ പോലെ തന്നെയാണ്. നിങ്ങൾ 3 മക്കളും എനിക്ക് ഒരുപോലെ തന്നെയാണ്. എന്നിട്ടും നിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തുന്നതെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് നിന്റെ ഈ ശാന്തവും നിഷ്കളങ്കവുമായ സ്വഭാവം കൊണ്ട് സാറിനെ എങ്ങനെയും നേർവഴിക്ക് കൊണ്ടുവരാൻ നിനക്ക് കഴിയും. എനിക്കറിയാം അശോക് തന്നെയാണ് എപ്പോഴും സാറിന്റെ വീക്ക്നെസ് എന്ന്. അങ്ങനെ ഭരതിന് മനസ്സിലാവും എന്തൊക്കെ പറഞ്ഞാലും അവർ തിരിച്ച് വീട്ടിലേക്ക് വരില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഭരത് ഒരുപാട് സങ്കടത്തോടെ പിന്നിലേക്ക് തിരിഞ്ഞിങ്ങനെ കാറിന് ചേർന്ന് നിൽക്കുമായിരിക്കും. അപ്പോൾ അശോക് വന്ന് സംസാരിക്കുകയാണ്. ചേട്ടാ, നിങ്ങളൊന്ന് മനസ്സിലാക്ക്, ഞങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും ഞങ്ങൾ നല്ലപോലെ ജീവിച്ചോളാം. എന്തായാലും ആ വീട്ടിലേക്ക് ഞങ്ങൾക്ക് വരാൻ താല്പര്യമില്ല. ഇനി ചേട്ടനെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചേട്ടനെ പോലത്തെ ധൈര്യം തന്നാൽ മതി. സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാക്കാനുള്ള ധൈര്യം. നീനും ഒന്ന് വിശ്വസിക്കേട്ടാ, എനിക്ക് എൻ്റെതായ കാലിൽ നിൽക്കുകയും എൻ്റെതായ വ്യക്തിത്വം ഉണ്ടാക്കുകയും വേണം. അതാണ് എനിക്കിപ്പോൾ വേണ്ടത്. ആ കാര്യത്തിൽ ചേട്ടൻ എന്നെ സഹായിക്കണം. ആ സഹായമാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ അശോക് കൈയൊക്കെ കൂപ്പി പ്ലീസ് എന്ന് പറയുമ്പോൾ പിന്നെ ഭരതിന് വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഭരത് ഒന്നും മിണ്ടില്ല. അപ്പോൾ അവരെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. വാ അമ്മേ, വാ അശ എന്നൊക്കെ പറഞ്ഞ് അശോക് അവരെ 3 പേരെ ഇങ്ങനെ അവർ 2 പേരെ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ അവർ 3 പേരിങ്ങനെ പോകുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാറില്ലാതെ വേറെ വഴിയൊന്നും ഭരതിനില്ലാത്തതുകൊണ്ട് തന്നെ ഭരത് അങ്ങനെ ഒരുപാട് സങ്കടത്തോടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവരെ തന്നെ നോക്കി ഞാൻ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനയാണ്. നിരഞ്ജനാണെങ്കിൽ അശോക് സത്യം ചെയ്തത് അവിടുന്ന് പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് വാതിൽ മുട്ടുന്നത്. അപ്പം നിരഞ്ജൻ വിചാരിക്കും അശോക് വന്നെന്ന്. അങ്ങനെ നിരഞ്ജനാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ ഓടിച്ചെന്ന് വാതിൽ തുറക്കായിരിക്കും. എനിക്ക് അറിയാതെ തിരിച്ചു വരുന്നത് മോനെ അശോക് എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ അത് ഭരതായിരിക്കും. അപ്പം നിരഞ്ജൻ ഇങ്ങനെ ഭരതായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നിൽക്കും. അപ്പോൾ ഭരത് പറയും ഇത് ഞാൻ അശോകിനെ വിളിക്കാൻ വേണ്ടി പോയിരുന്നു, പക്ഷേ നിങ്ങൾക്ക് അറിയുന്നല്ലോ അവൻ്റെ വാശി, അതുകൊണ്ട് അവൻ വന്നില്ല എന്ന് പറയും. അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ ദേഷ്യം പിടിച്ച് പറയും അത് അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര വാശിയാണ്, എന്ത് ചെയ്യാനാ, ഏതെങ്കിലും ഒരു കാലത്ത് അവൻ ഇടറി വീഴും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത്രയും വലിയ സ്വത്തും സാമ്പത്തികമൊക്കെ മാറ്റി വെച്ച് ഇറങ്ങി പോകുന്നതിൻ്റെ ഭവിഷ്യത്ത് എനിക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. വിശപ്പ്, ദാഹം, ഭക്ഷണം ഉണ്ടാക്കുക, അതുപോലെ തന്നെ എല്ലാ ദിവസവും പൈസ സമ്പാദിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ എന്താണെന്ന് ഈ തെരുവിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ അവന് മനസ്സിലായിക്കോളും. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അതിന്റെ നിസ്സംഗതയും അവൻ ഇതുവരെ കണ്ടിട്ടില്ല. വഴി തെറ്റിപ്പോകുമ്പോഴേ കാലിനടിയിലുള്ള മൃദുലമായ പരവതാനിയുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒരു സാധാരണക്കാരായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ മകനെ എനിക്ക് നന്നായിട്ട് അറിയാം, അവനൊന്നും ഒരിക്കലും സഹിക്കാനാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അശോക് എന്തായാലും എങ്ങോട്ട് തിരിച്ചിടുന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ ഇരിക്കുകയാണ് അച്ഛൻ. അപ്പൊ ഭരത് പറയും അശോകിന്റെ ശാഠ്യം നിങ്ങളെക്കാൾ ഒരിക്കലും കുറവല്ല, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം, അവനെന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ഇങ്ങോട്ട് തിരിച്ചു തരാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭരത് അവിടുന്ന് പോകും. ഇത് കേട്ട് നിരഞ്ജന ഒട്ടും സഹിക്കുന്നില്ല. നിരഞ്ജന് കരച്ചിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു, കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. എന്തായാലും നിരഞ്ജൻ ഒരുപാട് ദേഷ്യത്തിലാണ്. നിരഞ്ജൻ പറയും എന്തൊക്കെ ആയാലും അശോക് ഇങ്ങോട്ട് തിരിച്ചു തന്നെ വരും, എൻ്റെ അശോക് ഇങ്ങോട്ട് തന്നെ വരും. 2-3 ദിവസം അതിൽ കൂടുതലാണ് ഇവിടെ നിൽക്കാൻ കഴിയില്ല, അതിൻ്റെ ഉള്ളിൽ അവൻ ഇങ്ങോട്ട് തന്നെ വരും. ഇപ്പം എന്തൊക്കെ അവൻ പറഞ്ഞാലും അവൻ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും എന്ന് പറയാണ്. അതോടുകൂടി നമ്മുടെ 339 എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഒന്ന് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.